നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് സൗമ്യ. എന്തായിരുന്നു? ഞാനിപ്പം PSUവിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ റീസെൻറ്റ് ടൈംസിൽ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട്. അതായത് കല്യാണം കഴിച്ച് കൊണ്ടുപോയ സ്ത്രീകൾ ഭർത്തഗ്രഹത്തിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവരുടെ പീഡനങ്ങളും മെൻ്റൽ ഹറാസ്മെൻറ്റും കാരണം നിറവില്ല, അല്ലെങ്കിൽ സ്ത്രീധന ഡൗറി കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ലേഡീസിനോട് അല്ലെങ്കിൽ ഇങ്ങനെ സാഹചര്യം വരാതിരിക്കാൻ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗേൾസ് പണ്ടത്തെ പോലെയല്ല, ഭയങ്കര അവർക്ക് ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ട്. പണ്ട് ഞാൻ ഇപ്പോൾ ആക്ച്വലി ഫ്യൂച്ചർ ജനറേഷനിൽ എനിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് ഇങ്ങനെ ആയിരിക്കില്ല, ലൈക്ക് ഡൗറിയുടെ അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. ആക്ച്വലി നമ്മുടെ മെയിൻ മോട്ടോ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി നല്ല എഡ്യൂക്കേഷൻ വേണം. നമുക്ക് ആദ്യം എഡ്യൂക്കേഷൻ വന്നാലേ നമുക്ക് എന്താണെന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, എന്ത് നമുക്ക് ചെയ്യണം, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം നമ്മുടെ കോൺസെൻട്രേഷൻ പഠിത്തത്തിൽ അങ്ങനെ പോകണം, എന്നിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പം അങ്ങനെ ആയാലേ നമുക്ക് പിടിച്ചു നിൽക്കാം, നമുക്കൊരു കോൺഫിഡൻസ് വരും ആക്ച്വലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോഴാണ് ഇപ്പോൾ വരുന്ന ആ ചെക്കൻ, ഇപ്പോൾ ചെക്കന്മാരും അങ്ങനെ തന്നെയല്ല, ലൈക്ക് അവരും പഠിച്ചിട്ട് അവരുടെ വ്യൂസും പണ്ടത്തെ പോലെയല്ല, ഇപ്പം ലൈക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആക്ച്വലി മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. നമ്മളിങ്ങനത്തെ ഈ ഡൗറി അതൊക്കെ വരുമ്പം ഈ ചെക്കന്മാരാണ് ആക്ച്വലി ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഇപ്പോൾ അച്ഛനോ അമ്മയോ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആക്ച്വലി അവരും ഇങ്ങനെ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഗേൾസിന് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇത് അവരെ എതിർക്കണം, ലൈക്ക് ഔട്ട്റൈറ്റ് എതിർക്കണം. അവരും ഇങ്ങനെ സഹിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഡൗറി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരും ഇങ്ങനെ സഹിച്ച് നിൽക്കാൻ പാടില്ല. അത് അപ്പം തന്നെ എതിർക്കണം. കാരണം അത് ഇങ്ങനെ ഡൗറി കൊടുക്കുന്ന വെച്ചാൽ അവരൊരു ഒരു തിങ്ങിനെ പോലെയാണ് കൺസിഡർ ചെയ്യണം ഗേൾസിന്, മനസ്സിലായോ? അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഫുള്ളായിട്ട് എതിർക്കണം. പക്ഷെ ചിലർ ലൈക്ക് ഫിനാൻഷ്യലി ലൈക്ക് ഡൗൺ ആയിരിക്കും, പൂവർ ആയിരിക്കും, അവർക്ക് കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും, എങ്ങനെയെങ്കിലും ഇങ്ങനെ കെട്ടിച്ചു വിടണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് ലൈക്ക് ഒരു ഇത് വരുന്നില്ല. അവർക്ക് ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം പഠിക്കാനുള്ള ഒരു ഇത് എടുക്കണം. ലൈക്ക് എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ലൈക്ക് ഹെൽപ്പിംഗ് ഓർഗനൈസേഷൻ ഇങ്ങനെ NGOs ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ലൈക്ക് നമ്മളെ സമീപിച്ചിട്ട് അവരുടെ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പഠിക്കാനുള്ള ഒരു ഇത് ഇൻട്രസ്റ്റ് വരണം. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷനാണ് മെയിൻ ഇത് ഈ ഇതിൽ. നമസ്കാരം, പേരെന്തായിരുന്നു? സുജിഷ. എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഭർത്തഗ്രഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ, അതുപോലെ നിറമില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക, സ്ത്രീധനം കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് ഒരുപാട് കുട്ടികൾ അങ്ങനെ നേരിടുന്നുണ്ട്. അതിൽ നല്ല വിഷമമുണ്ട്, അങ്ങനെ ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്. പക്ഷേ പെൺകുട്ടികളോട് പറയാനുള്ളത് മാക്സിമം അവർ പഠിക്കുക, ജോലി വാങ്ങുക, എന്നിട്ട് ഒരു കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്നതായിരിക്കും ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാത്തവർ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചല്ല കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവേണ്ടി വരും. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അത് ശരിക്കും പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ള ലൈഫിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് തീരുമാനിക്കുക. കല്യാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല. നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് പതുക്കെ ജോലികളായിട്ട് മതി എന്നുള്ളതാണെങ്കിൽ അങ്ങനെ പാരൻസും അങ്ങനെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. പെൺകുട്ടികളാണെങ്കിൽ കൂടുതലും രണ്ടാളും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ രീതിയിൽ മുന്നോട്ട് പോവാം. അവർക്ക് അങ്ങനെ മതിയെങ്കിൽ ഫോഴ്സ് ചെയ്യാണ്ടിരിക്കാം മാക്സിമം. ചേച്ചി നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഷീജ. എന്താ ചെയ്യുന്നത്? ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, വെൽനസ് പ്രോജക്റ്റാണ്. കണ്ണൂരാണ് ഓഫീസ്. കണ്ണൂരാണ് വീടല്ലേ? അപ്പോൾ നമ്മൾ ഈ സമീപകാലത്തെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ഭർത്തഗ്രഹങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്, നിറത്തിൻ്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീധനം കുറവാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ സമൂഹം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം പെൺകുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക, എന്തെങ്കിലും ജോലി സമ്പാദിക്കുക, വേറെ ഒരാളുടെ അടിമയായിട്ട് ജീവിക്കേണ്ടവരല്ല അവരൊരിക്കലും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വീട്ടിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കണമെന്നും സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തി വേറെ ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു ഇതിലേക്ക് വരണമെന്നാണ് പറയാനുള്ളത്. നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? പേര് അപർണ ആണ്. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നു, ഓഫീസ് വർക്ക് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സമീപകാലത്തെ നമ്മളൊരുപാട് ന്യൂസുകൾ കേൾക്കലുണ്ട്.
ഭർത്തഗ്രഹങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ നേരിട്ട് ആത്മഹത്യ ചെയ്യുക, നിറമില്ലാത്തതിൻ്റെ പേരിൽ, അതുപോലെ സ്ത്രീധനം കുറവെന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനെതിരെ ഫസ്റ്റ് എന്താ, പെൺകുട്ടികളാണെന്ന് പഠിക്കുക, അത്യാവശ്യം നന്നായിട്ട് ഒരു വിദ്യാഭ്യാസം നേടിയതിന് ശേഷം കല്യാണം കഴിക്കുക. അതൊരു ജോബ് ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം കല്യാണം കഴിക്കുക. എന്നാൽ പിന്നെ ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് പോവുകയാണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു ഫിനാൻഷ്യലി സ്റ്റേബിളായിരിക്കുക, അത്രയും പറയാനുള്ളൂ. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ നമ്മളൊരു പാർട്ട്ണറെ കണ്ടെത്തുക, നമുക്ക് പറ്റിയ ഒരു വൈഫിന് പറ്റിയ ഒരാളെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിക്കുക. അല്ലാതെ പെട്ടെന്ന് തന്നെ കല്യാണത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. ഫസ്റ്റ് വേണ്ടത് പൈസയാണ്. പൈസ ഉണ്ടാക്കാൻ പഠിക്കുക, കളിയെടുത്ത് വിദ്യാഭ്യാസത്തെ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ സമീപകാലത്ത് സ്ത്രീകൾ ഒരുപാട് ദുരിതങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പോയ സ്ത്രീകൾ ഭർത്ത വീട്ടിൽ സ്ത്രീധനക്കുറവ് അല്ലെങ്കിൽ നിറമില്ലായ്മേൻ്റെ പേരിലൊക്കെ പീഡനങ്ങളും ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ എന്താണ് പറയാനുള്ളത് ചേച്ചി? സ്ത്രീധനം കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മളെ സന്തോഷത്തിന് നമ്മളെ മക്കൾക്ക് നമ്മളെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കൊടുക്കുക എന്നുള്ളതേ അഭിപ്രായമുള്ളൂ. ഇതിന് ഈ വിഷയത്തിൽ എന്താ പറയുള്ളത്? സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ നിയമപരമായിട്ട് തെറ്റാണ്. പക്ഷെ അത് നിയമത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അപ്പം അത് ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്നിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ളതിനേക്കാളും കൂടുതലേ. അത്രേ. ചേട്ടൻ എന്താ പറയുന്നത്? അതേ അഭിപ്രായം. സ്ത്രീധനം കൊടുക്കുന്നത് വാങ്ങുന്നത് തെറ്റ് തന്നെയാണ്. അതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിൽ വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നത്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ പരമാവധി സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്, രണ്ടാളും തമ്മിൽ അറിഞ്ഞിട്ട്. അല്ലാണ്ട് ഇപ്പോൾ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പുറത്തുള്ള ഭംഗി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ലത് കുറച്ചുകൂടി ഉള്ളിൽ അറിഞ്ഞിട്ട് മര്യാദയ്ക്ക് പരമാവധി വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് നടത്താനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ നടന്നില്ലെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഓരോരുത്തരെ വിധിയാണ്, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നല്ലത് തമ്മിൽ അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതാണ്. പിന്നെ വീട്ടിൽ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയും ഈ സ്ത്രീധനത്തിൻ്റെ പേരിലും പിന്നെ അല്ലാണ്ടുള്ള അടിപിടി കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പരസ്പരം അറിയാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് എല്ലാവർക്കുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളൂ, സ്ത്രീധനം കൊടുക്കുന്നത് വാങ്ങുന്നത് തെറ്റ് തന്നെയാണ്.